നാരിയ എന്ന് പറഞ്ഞൊരു സലാത്തുണ്ടല്ലോ, അതിന്റെ സംഗതി തന്നെയല്ല. നരകത്തിൽ കടക്കണ സലാത്ത് എന്നാണ് വേണമെങ്കിൽ അതിന് പറയാവുന്നൊരു അർത്ഥം. ഏതോ ഒരു ഇബ്രാഹിം നാസീനേറ്റം പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അത്രേ. അയാളുണ്ടാക്കിയ സലാത്താണ്. അപ്പൊ സലാത്ത് നാസിയാണ്. അതൊരാൾ എഴുതിയപ്പോ ഒരുത്തന്റെ സാറിന്റെ പുള്ളി പോയി, സലാത്ത് നാരിയെ. ആർക്കും ഒരു പൊറുതിയൊട്ടുമില്ല. സലാത്ത് നാരിയ എന്ന് പറഞ്ഞിട്ട് എവിടെ ഇത് പറഞ്ഞു? ആരുടെ സുന്നത്തായത് ഈ സലാത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ? അത് വേറെ ആരെങ്കിലും പഠിപ്പിച്ചാണോ? അപ്പൊ നാരിയ സ്വലാത്ത് പറഞ്ഞ നരകത്തിലെ സ്വലാത്ത് ആരാ നിങ്ങൾക്ക് പഠിപ്പിച്ചത്? ഞാറ് എന്നുള്ളൊരു വാക്ക് കണ്ടപ്പോ നിങ്ങൾ മനസ്സിലാക്കി അങ്ങനെ തന്നെ നരകത്തേക്ക് പോവാൻ സാധ്യതയുള്ളവർ അങ്ങനെ തന്നെ മനസ്സിലാക്കാം. അങ്ങനെയാണോ അതിന്റെ അർത്ഥം? അല്ല. ഇമാം ഖുർത്തുബിയെ പോലെയുള്ളവർ അതിനെക്കുറിച്ച് വിശദമായി സംസാരിച്ചിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? സകല വിഷമങ്ങളെയും വിധിയത്തടക്കമുള്ള സകല വിഷങ്ങളെയും കരിച്ചു കളയുന്ന സ്വലാത്താത്. അതാ മനസ്സിലാക്കേണ്ടത്. അതിനെന്താ തെളിവ്? ആരുടെ സുന്നത്താണ്? വിശുദ്ധ ഖുർആനാ പഠിപ്പിച്ചത്. അല്ലാഹുമ്മവന്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നു, മുഅ്മിനീങ്ങളെ നിങ്ങളും സ്വലാത്ത് ചൊല്ലൂ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. എന്താ മുഫസ്സിരീങ്ങൾ പറഞ്ഞത്? ഇന്ന സ്വലാത്ത് ചൊല്ലൂ എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് സ്വലാത്ത് ചൊല്ലിയാലും ആ കൽപ്പനയുടെ പരിധിയിൽപ്പെടുന്നു എന്ന് പറയാറുണ്ട് മുജാഹിദുകൾക്ക്. എന്നിട്ട് ഇബ്ബലി ചൊല്ലുന്ന സ്വലാത്തോ ഹദീസിലുള്ളതാ ആയത്തിലുള്ളതാണോ? നമുക്കൊന്ന് പരിശോധിക്കുക. ആ പ്രസംഗം തുടങ്ങുന്ന നാരിയ സ്വലാത്തിനെ ആക്ഷേപിച്ചുകൊണ്ട് പ്രസംഗം തുടങ്ങുന്ന മൗലവി തന്റെ പ്രസംഗം തുടങ്ങുന്നത് ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി വേറൊരു സ്വലാത്ത് ചൊല്ലിയിട്ടാണ്. ആ സ്വലാത്തൊന്ന് കേട്ടോളൂ നിങ്ങൾ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ.